നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റെഡിമെയ്ഡ് ബ്ലൗസ്. ഇത് നമുക്ക് ഓൾറെഡി ഒരു പ്രാവശ്യം കുറേ നാളുകൾക്ക് മുന്നേ വന്ന ഭയങ്കരമായിട്ട് ഡിമാൻഡുള്ള ഒരു ബ്ലൗസിന്റെ റീസ്റ്റോക്കാണ്. ഇതിന്റെ കൂടെ തന്നെ ഞാനൊരു കാര്യം പറയാം, ഇത് നിങ്ങൾ കേൾക്കണം കേട്ടോ, സ്കിപ്പാക്കി പോകരുത്, കേൾക്കണം. ഒന്നാമത് പറയാൻ പോകുന്ന കാര്യം, നല്ല എന്നാ പറയുന്നത്, ഒത്തിരി പാർട്ടി വെയർ ബ്ലൗസുകൾ ആവശ്യപ്പെടുന്നുണ്ട്, അതെല്ലാം റീസ്റ്റോക്ക് വരുന്നുണ്ട്. രണ്ടാമത് പറയാൻ പോകുന്ന കാര്യം, ഇപ്പം നമുക്ക് ഗീവ് അവേ നടക്കുകയാണല്ലോ. ഗീവ് അവേക്ക് ഇന്ന് 2 പേർക്കാണ് സമ്മാനം. ഏറ്റവും ബെസ്റ്റ് കമൻറ്റിന്, ഏറ്റവും വാലിഡ് ആയിട്ടുള്ള, നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വാലിഡ് ആയിട്ടുള്ള സജഷൻ അല്ലെങ്കിൽ കമൻറ്റിന് 2 പേർക്ക് ബ്ലൗസ്. അവരെ അവരുടെ വിന്നറെ അനൗൺസ് ചെയ്യുമ്പോൾ അവർ പറയുന്ന കളർ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആ ബ്ലൗസ് കൊടുക്കും. അവർ പറയുന്ന കളർ സ്റ്റോക്ക് ഇല്ലെങ്കിൽ നമ്മളുടെ ഉള്ള സ്റ്റോക്കിൻ്റെ കളർ ഏതാണോ അതിൻ്റെ ഫോട്ടോ ഇട്ട് കൊടുത്തിട്ട് അവർക്ക് ചൂസ് ചെയ്യാം. മിനിഞ്ഞാന്നത്തെ വിന്നർ കവിത ഡെന്നി ആയിരുന്നു. ഇതുവരെ കോൺടാക്ട് ചെയ്തിട്ടില്ല പുള്ളിക്കാരി. ചിലപ്പോൾ ചിലരൊക്കെ വീഡിയോ കാണിച്ചിട്ട് ലേറ്റ് ആയിട്ടാണ്, പെട്ടെന്ന് മനുഷ്യനല്ലേ, സാഹചര്യങ്ങൾ പലത് കാണാം. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ അവരുടെ സാധനം ഇവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1380 രൂപയുടെ ചുരിദാർ സെറ്റ്. ഇന്നലത്തെ കുർത്തി, കുറച്ച് സാരി, ഓണം സാരി കാണിച്ചതിൻ്റെ വിന്നർ മറിയം വർഗീസ് എന്ന് പറയുന്ന ആളാണ്. മറിയം വർഗീസ് നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് ഒരു 890 രൂപയുടെ ഫ്ലോറൽ പ്രിന്റ് വലിയ ഓണം സ്പെഷ്യൽ മറ്റേ ടിഷ്യൂ സിൽക്കിൻ്റെ ഒരു സാരി കേട്ടോ. അപ്പം നമ്മളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മളോട് പറയണം, കമൻറ്റ് ചെയ്തായിരുന്നു എന്ന് പറയണം. അപ്പം ഇനിയിപ്പോൾ ബ്ലൗസിലേക്ക് കിടക്കാം. ഇത് കേൾക്കണം, ദയവായിട്ട് നിങ്ങൾ ഇത് കേട്ടിട്ട് ബ്ലൗസ് വാങ്ങിക്കാവുള്ളൂ. വേറെ ഒന്നും അല്ല, എപ്പോഴും പറയുന്ന, എല്ലാ ആഴ്ചയിലും പറയുന്ന, കേട്ട് മടുത്തവർ സ്കിപ്പ് അടിച്ചോ എന്ന് സ്ഥിരമായിട്ട് ബ്ലൗസ് വാങ്ങിക്കുന്ന ആൾക്കാർ സ്കിപ്പ് അടിച്ചു. അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിനകത്ത് ഇപ്പോൾ സ്ക്രീനിൽ 3XL അല്ലെങ്കിൽ 2XL എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ 2XL വരെ ഈ ഒരു ബ്ലൗസേ നമുക്കുള്ളൂ. മീഡിയം, ലാർജ്, XL, XXL, XXL അങ്ങനെ ഓരോ സൈസിനും പറ്റുന്ന ബ്ലൗസില്ലേ, ഈ ഒരു ബ്ലൗസേ ഉള്ളൂ. ആ ബ്ലൗസ് 2XL എന്ന് എഴുതിയിരിക്കുന്നെങ്കിൽ 2XL വരെയുള്ള ആർക്കും ഉപയോഗിക്കാം. അതായത് സ്മോള് തൊട്ട് അങ്ങോട്ട് താഴോട്ട് 2XL, അത് കുർത്തിയുടെ സൈസാണ് പറയുന്നത്, ബ്രാ സൈസ് അല്ല, കുർത്തിയുടെ സൈസ് 2XL വരെയുള്ള ആർക്കും ഉപയോഗിക്കാം. അപ്പോൾ മീഡിയംകാർക്ക് ഓർക്കും, എനിക്കൊരു 2XL ബ്ലൗസ്, ഈ 2XL ബ്ലൗസ് ഞാൻ ഇട്ടാൽ അത് ലൂസ് ആയിരിക്കത്തില്ലേ ചോദിക്കുവാണെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് ഓൾട്ടർ ചെയ്ത് കൊടുത്താൽ മതി. ഓൾട്ടർ ചെയ്യാനൊന്നും ഒരു പാടുള്ള കാര്യമില്ല, ഇങ്ങനെയൊന്ന് അടിച്ചു കൊടുക്കുക. ഈ ബ്ലൗസ് ഞാൻ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, ജസ്റ്റ് കാണിക്കാം. അതായത് നിങ്ങൾക്ക് പലർക്കും ബാക്ക് നെക്ക് എങ്ങനെയായിരിക്കും ബ്ലൗസ് ഇട്ട് കാണിക്കാം എന്നൊക്കെ പറഞ്ഞ് ബ്ലൗസ് ഇട്ടുകൊണ്ട് വീഡിയോ കാണിക്കാൻ പറ്റും, എന്നെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് സാരി ഉടുത്ത ബ്ലൗസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, ബാക്ക് നെക്ക് എങ്ങനെയാണ്, കയ്യിൽ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഞാൻ എപ്പോഴും കയറ്റി കാണിക്കുന്നതാണ്. ഈ ബ്ലൗസ് ഈ കളർ ബ്ലൗസാണെന്ന് തോന്നി ഞാൻ അന്നിട്ട്. ഞാൻ ഇതിൻ്റെയൊക്കെ എനിക്കിഷ്ടപ്പെട്ട കളറെല്ലാം എല്ലാ ബ്ലൗസിനും ഞാൻ എടുക്കാറുണ്ട്. ഇതാണ് ആ ബ്ലൗസിൻ്റെ പ്രിൻ്റ്. ഇത് ഇപ്പോൾ 2XL ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഇത് എല്ലാം 2XL ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ഗ്ലിറ്റ് ഇങ്ങനെ അങ്ങനെ പോരുന്ന ഇതല്ല, ഇത് ഇട്ടേ തന്നെ ഉള്ളതാ കേട്ടോ. അല്ലാതെ ഗ്ലിറ്റ് എന്നാ പറയുന്നത്, ഇങ്ങനെ തിളക്കമില്ലേ, ഗ്ലിറ്ററോ എന്താണ്, ഗ്ലിറ്റ് എന്ന് പറയും, ഗിൽറ്റില്ലേ, അതല്ല കേട്ടോ. ഇട്ടേ തന്നെ ഉള്ള ഗിൽറ്റ് അല്ല, ഇങ്ങനെ അതന്നെ ഞാൻ ഗ്ലിറ്ററിങ് എന്ന് പറഞ്ഞ് തിളങ്ങാന്നല്ലേ, അങ്ങനെയാ മനസ്സിലെന്തോ കയറിയതാ കേട്ടോ. ഇല്ലേ, ഇത് അങ്ങനെയല്ല, ഗിൽറ്റല്ല കേട്ടോ, ഇതിത്തെ തന്നെ ഉള്ളതാണ്. ഇത് എടുത്തു പോരുമോ, പിടിച്ചു പോരുമോ, കയ്യെ പറ്റുമോ, ശരീരത്ത് പറ്റുമോ, ഒന്നും ചെയ്യത്തില്ല. പിന്നെ ചിലത് ഇതിന് മുന്നേ കൊടുത്ത 1-2 ചിലർ പറയുന്നുണ്ട് ഗിൽറ്റ് പറ്റുന്നുണ്ടെന്ന്. പക്ഷെ ഒരാളെ പറഞ്ഞോളൂ, എനിക്കതെന്നാന്ന് മനസ്സിലായില്ല. വേറെ ഞാനാകുമ്പോൾ സാരി കൊടുത്തോണ്ടതാണെന്നാണ്. പിന്നെ ഒത്തിരി പേര് അത് മേടിച്ച് ആരും അത് ഗിൽറ്റ് വാഷ് ചെയ്യുമ്പോഴൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. ഇത് മേടിച്ച് വാഷൊന്നും ചെയ്ത് നമ്മൾ നോക്കിയിട്ടല്ലല്ലോ. പക്ഷെ ഇത് ഇളകുന്നതല്ല, ഇത് ഇത്തെ തന്നെ ഉള്ളതാ. ഗിൽറ്റ് പ്രത്യേകിച്ച് ഇങ്ങനെ തൂവി പശ വെച്ച് അങ്ങനെ പിടിപ്പിച്ചിരിക്കുന്ന സാധനമല്ല ഇത്. ബ്ലാക്ക് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഈടെ കാണിച്ച കേരള സാരിക്ക് പകരം പറ്റുന്ന സാരിയില്ലേ, ആ സാരിക്കെല്ലാം ഈ ബ്ലൗസുകളെല്ലാം വളരെ സൂപ്പറാണ്. ഒത്തിരി ഏത് ബ്ലൗസ് എടുത്താലും നിങ്ങളുടെ ഒരു ഭാഗം ഈ കളറ്, ഇപ്പം ഈ കേരള സാരിക്ക് ഞാൻ കാണിച്ച ആ സാരിയില്ലേ, ആ സാരിക്ക് ബ്ലൗസ് ഒത്തിരി പേര് സാരി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക, പർച്ചേസ് ചെയ്തിട്ട് ബ്ലൗസ് കണ്ടിട്ട് ബ്ലൗസും കൂടെ കൂട്ടി എടുക്കുന്നുള്ളതെന്ന് പറഞ്ഞാൽ നന്നായി. അത് നല്ല കാര്യം ഞാൻ പറഞ്ഞു. 100 പേര് അങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്, സാരി അയക്കണ്ട, ബ്ലൗസോട് വന്നിട്ട് അയച്ചാൽ മതി എന്നും പറഞ്ഞു. ആ സാരി വേണ്ടവർ പറഞ്ഞാൽ മതി. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്കകത്തുണ്ട്, ഇപ്പോഴത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ ആ ബ്ലൗസ് കാണിക്കാൻ വേണ്ടി ആ സാരി ഇട്ടുള്ള വീഡിയോ വരുമ്പോൾ ആ സാരി നമുക്കിപ്പം കുറച്ചും കൂടെ സ്റ്റോക്കുണ്ട്. ബോട്ടിൽ ഗ്രീൻ. ഓണം ഇപ്പോൾ വരുമല്ലോ, ഓണത്തിന് ഇടാനായിട്ട് അപ്പോഴത്തേനും നമ്മൾ
അല്ല, ഓണത്തിന് മാത്രമല്ല, നമുക്ക് എപ്പോൾ വേണേലും ഇവിടെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ എവിടെ തയ്ച്ചാലും നമുക്ക് കിട്ടത്തില്ല. വൈറ്റ്, ഓഫ് വൈറ്റ് അല്ലേ, ഇതിലും ഉണ്ട് കേട്ടോ ആ ഗോൾഡൻ സംഭവം. നല്ല ഒരു ഇത് ഓഫ് വൈറ്റ് ആണ്, പ്യുവർ വൈറ്റ് അല്ല, ഓഫ് വൈറ്റ്. ചില സാരികൾക്ക് ഭയങ്കരമായിട്ട് നല്ല ഇത്. പിന്നെ ഇങ്ങനത്തെ കളറുകൾ ഇപ്പോൾ ഒരു എല്ലായിടത്തും ഇങ്ങനെ കളർ എന്താ പറയുന്നത് എന്തോ ഇന്നത്തെ എൻ്റെ മെമ്മറി എനിക്ക് നല്ല തലവേദനയായിരുന്നു രാവിലെ. ഇപ്പോൾ ഒരു മെഡിസിനൊക്കെ കഴിച്ച് നിൽക്കുക, അതുകൊണ്ട് മെമ്മറി അടിച്ച് നിൽക്കുവാന്ന് തോന്നുന്നേ. ഇതിന് എന്താ പറയുന്നത്, പർപ്പിള് അല്ലേ, പർപ്പിളേ. കളർ കോഡൊക്കെ നമ്മൾ ഇടൂല്ലോ ഡ്രസ്സ് ഓണത്തിനൊക്കെ. അപ്പം ഏത് കളർ കോഡാണ് വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഒരു 10 ബ്ലൗസ് അങ്ങ് വാങ്ങിച്ചു. ഞാൻ ചുമ്മാ പറയുന്നതല്ല, അതിശയോക്തി പറയുന്നതല്ല. 10ഉം 17ഉം ബ്ലൗസ് വാങ്ങിക്കുന്നവരുണ്ട്. അതൊക്കെ വിദേശത്തേക്ക് കൊടുത്തു വിടാനും ഒക്കെ ആട്ടോ. 3 ബ്ലൗസ് വരെ ഒറ്റ ഷിപ്പിംഗ് ചാർജ് 60 രൂപ. 3 ബ്ലൗസ് വരെ. 3 ബ്ലൗസിന് മേളിലേക്ക് വരുമ്പോൾ 10 രൂപയും കണ്ടുകൂടും. അങ്ങനെയുള്ളൂ. ഒരു ബ്ലൗസ് ആയിട്ട് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് 50 രൂപ. ഒരു ബ്ലൗസ് മേടിച്ചാലും 3 ബ്ലൗസ് മേടിച്ചാൽ, ഒരു ബ്ലൗസ് മേടിച്ചാൽ 50 രൂപ, 3 ബ്ലൗസ് മേടിച്ചാൽ 60 രൂപ. അതാണ് നിങ്ങൾക്ക് നഷ്ടമാണ് കണ്ടോ. നല്ലൊരു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കളർ. നല്ലൊരു പേസ്റ്റൽ മുന്തിരിയുടെ ലൈറ്റ് കളർ, ലാവണ്ടറിൻ്റെ ഒരു ഷെയ്ഡ്. നല്ല രസമുണ്ട്. ഇതൊക്കെ നേരത്തെ വാങ്ങിച്ചവരുണ്ട്. നേരത്തെ ഈ ബ്ലൗസൊക്കെ വന്നപ്പോൾ എന്തൊരു ഓർഡർ വന്നറിയോ. അതിന് പിന്നെ ഇപ്പോൾ വരുന്ന ഇപ്പം ഇതിലും ഇനിയും വരും. ഈ പ്രാവശ്യം ആർക്കെങ്കിലും കിട്ടിയില്ലെങ്കിൽ, നമുക്ക് കണ്ടമാനം സ്റ്റോക്കൊന്നും ഞാൻ വെച്ചില്ല, എല്ലാ ആഴ്ചയിലും കാണിക്കുന്നതുകൊണ്ടേ. നല്ല ഡാർക്ക് പിങ്ക് അല്ലെങ്കിൽ മജന്ത ഓണത്തിന് നല്ല രസമായിരിക്കും കേട്ടോ. എനിക്ക് ഒരു പ്രാവശ്യം ഞാൻ ഏതോ ഒരു വർഷം അന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലത്ത്, അന്ന് കടയിൽ ഷോപ്പൊന്നുമില്ല, അപ്പോൾ മജന്ത കളറാണ് ചൂസ് ചെയ്തത് ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ട്. എനിക്ക് തന്നെ എൻ്റെ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. എന്താണെന്നറിയാം, മജന്തയും കേരള സാരി. ഇത് കോഫി ബ്രൗൺ. ലാവണ്ടർ. റെഡ്. നല്ല റെഡാണ് കേട്ടോ. നല്ലൊരു കളറ്. അല്ലാതെ ഒരുമാതിരി ഒരു റെഡ് എന്ന് പറയുമ്പോൾ ചിലർക്ക്, ഞാൻ ഉൾപ്പെടെ പറയാം, ചില റെഡിനോട് നമുക്കൊരു ഇഷ്ടം തോന്നില്ല. പക്ഷെ ഇതൊരു നല്ല റെഡാണ്, കണ്ണിനൊരു കുളിർമയേകുന്ന റെഡാണ്. പിന്നെ ഇത്രയേ ഉള്ളൂ ഈ ടൈപ്പ് ബ്ലൗസ്. തീർന്നു ഇന്നത്തെ ബ്ലൗസിന്റെ കളക്ഷൻ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിന് റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല. അത് നിങ്ങൾ ഓർത്തോണം. ബ്ലൗസ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. മേടിച്ചവർക്ക് അതറിയാം, മേടിക്കാത്തവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് പരീക്ഷണാർത്ഥം വാങ്ങിച്ചാലും അല്ലെങ്കിലും കംപ്ലൈൻറ്റ്സ് വന്നാൽ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിനകത്ത് റിട്ടേണോ റീഫണ്ടോ എക്സ്ചേഞ്ചോ ഒന്നും എടുക്കത്തില്ല. പിന്നില്ലേ അതെന്നാന്നറിയാമോ, ഞാനിപ്പോൾ എൻ്റെ എക്സൽ സൈസ് ആണെങ്കിലുണ്ടല്ലോ, ഒരേ എക്സൽ സൈസ് എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ എക്സൽ സൈസ്, ഞാൻ എപ്പോഴും പറയുന്നത് എന്നാലും പറയും കേട്ടോ, കൈയുടെ വണ്ണത്തിൽ വ്യത്യാസമുണ്ട്, ഷോൾഡറിൻ്റെ ലെങ്ത്തിൽ വിരിവിൽ വ്യത്യാസമുണ്ട്, ചെസ്റ്റ് പോർഷനിൽ വ്യത്യാസമുണ്ട്, ഇവിടുത്തെ ഒതുക്കത്തിൽ വ്യത്യാസമുണ്ട്, എല്ലാത്തിലും വ്യത്യാസമുണ്ട്. എക്സൽ സൈസാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കും മാറി കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് റിട്ടേണോ എക്സ്ചേഞ്ചോ റീഫണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന്. വൺസ് നിങ്ങളത് വാങ്ങിച്ചാൽ അതിന് ഡാമേജ് ഇല്ലെന്ന് ഇവിടുന്ന് ഉറപ്പ് വരുത്തിയിട്ട്, ഈയിടെ നമുക്കൊരു പറ്റിയിട്ടുണ്ട്, അത് ഞാൻ പറയുന്നില്ല ഇതിനകത്ത്. കാരണം ഡാമേജ് ഇല്ലാത്തതിന് ഡാമേജ് വരുത്തി ഓപ്പണിംഗ് വീഡിയോ ആണെന്ന് പറഞ്ഞ് വേറൊരു വീഡിയോ ഉണ്ടാക്കി അയച്ച ആൾക്കാരുണ്ട്. കാരണം വേറൊരു കവറിനകത്ത് പൊട്ടിച്ചിട്ട്, ഞങ്ങളുടെ കവർ കണ്ടാൽ ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ കവറല്ലാത്ത കവറിനകത്ത് കയറ്റിയിട്ടിട്ട് ഇതിനകത്ത് ഒരു അബദ്ധം പറഞ്ഞവര്, ഞങ്ങൾക്ക് കിട്ടിയ സാധനം ഡാമേജ് ഉള്ളതാണ്, പൊട്ടിക്കുന്നതിന് മുന്നേ പറയുക, അങ്ങനെ പറഞ്ഞു. നമ്മളൊന്നും പറയാനൊന്നും പോയിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങളിത് CCTVയുടെ കീഴിൽ നിന്ന് ഫുള്ള് ചെയ്ത് അതിൻ്റെ വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ടാണ് അയക്കുന്നത്. അതുകൊണ്ട് ഡാമേജ് ഇഷ്യൂ എന്ന് പറയുന്നൊരു സാധനം ഇന്നില്ല. ഞാൻ പറയാൻ വന്നത്, ഇത് എൻ്റെ ബ്ലൗസാണേ. എൻ്റെ ഓഫീസ് റൂമിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുക വന്നപ്പോൾ തൊട്ട് ഇതുവരെ കൊണ്ടുപോയില്ല. ഈ ബ്ലൗസ് ഒത്തിരി പേർക്ക് വേണം എന്ന് പറഞ്ഞ പോലെ ഇതിന് എൻക്വയറി വരുന്നുണ്ട്. അപ്പോൾ എല്ലാ കളറും ഇല്ല. നിങ്ങൾ വേണ്ടവർ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് നമ്മൾ നേരത്തെ കാണിച്ച ബ്ലൗസാണ്. ഇതിൻ്റെ കളേഴ്സ് കുറേ ഉണ്ട്. അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ഷോപ്പിൽ
ഓൺലൈൻ്റെ നമ്പർ തരാം. അവർ നിങ്ങൾക്ക് ഫോട്ടോ ഇട്ട് തരും കേട്ടോ. വേണ്ടത് ഉള്ളതിൻ്റെ ഫോട്ടോ ഇട്ട് തരും. ഇത് ഈ കളറൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇതിപ്പോൾ എൻ്റെ ബ്ലൗസാണ്. ബ്ലൗസ് ഇതാ. ഈ ബ്ലൗസിന് ഭയങ്കരമായിട്ടുള്ള ചോദ്യക്കാരാണ്. ഇനി അഥവാ നിങ്ങൾ ആഗ്രഹിക്കുന്ന കളറ് ഈ മോഡലിൽ കിട്ടിയില്ലെങ്കിൽ ഇതിൽ നല്ല സാധനം ഈ വഴിയേ വരാനിരിക്കുന്നു. ഇനിയും ഉണ്ട്, ഓണത്തിന് മുന്നേ വരും കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു ഇത് കണ്ടോ, അവിടെ നിൽക്കുന്നു, അത് തെറുത്തൊക്കെ കയറ്റി നിൽക്കുക. അപ്പോൾ ഗീവ് അവേ ആണ്. നല്ല കമൻ്റ് ഇടൂ, സമ്മാനം നേടൂ. ഇന്ന് 2 പേർക്കാണ് ഇത്. പിന്നെ ഈ പറഞ്ഞ പോലെ 2 ദിവസവും ഞാൻ ഇപ്പം 3ാമത്തെ ദിവസം, 3 ദിവസം കഴിഞ്ഞ് 4ാമത്തെ ദിവസമാണ് ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്തത്. ഷെയർ ചെയ്ത ആൾക്കാർക്ക് ഒരാളൊഴികെ ബാക്കി എല്ലാവരും ആദ്യത്തെ ആളെ മാത്രം ഞാൻ ഷെയറിൻ്റെ കാര്യം പറഞ്ഞില്ല. നിങ്ങൾ ഷെയർ ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച ആൾക്കാരെ കൂടിയാണ് കേട്ടോ ഈ ഗിഫ്റ്റിന് പരിഗണിച്ചിരിക്കുന്നത്. കവിത ടെന്നി അവരയച്ചു തന്നിട്ടുണ്ട്, മറിയം വർഗീസ് അവരയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടെ ചെയ്യണം. നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പ്, ഫാമിലി ഗ്രൂപ്പോ ഫ്രണ്ട്സ് ഗ്രൂപ്പോ ക്ലാസ് ഗ്രൂപ്പോ അങ്ങനെയുള്ളതിനകത്ത് 1-2 എണ്ണത്തിനകത്ത് ഷെയർ ചെയ്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കൂടെ അയക്കണം. നല്ല കമൻറ്റും ഇടണം കേട്ടോ. അടുത്ത ദിവസം കാണാം. താങ്ക് യു.